ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമയൊന്നും ഇല്ലെങ്കിലും അവരുടെ മദതുകളുള്ള അവരെ ശിഷ്യന്മാരാവുന്ന ഉസ്താദന്മാരാണ് ഞാനടക്കമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുഭൂരിപക്ഷ ഉസ്താദന്മാർ. അപ്പൊ അവരിൽ നിന്നുള്ളതായ ഒരു മദത് ഇന്നും ഈ സംഘടനക്കുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ ആക്ഷേപിക്കപ്പെടുന്ന ചില ആക്ഷേപങ്ങളുണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച്. സമസ്തനൊക്കെ ഏതോ ആലി കൊണ്ടേ കെട്ടാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമനെ ഏതെങ്കിലും ആലി കൊണ്ടേ കെട്ടാൻ കഴിയോ? എത്ര ഈ ചെറിയൊരു സമ്മേളനത്തിൽ കൂടിയ ആളുകളാണിത്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമനെ നമുക്ക് ആരെങ്കിലും ഒരു ആലി കൊണ്ടേ കെട്ടാൻ അങ്ങനത്തെ ഒരു ആലവിടെ എവിടെയുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമനെ ആലയിൽ കൊണ്ടേ കെട്ടുക. അപ്പൊ ആരെങ്കിലും ആലയിൽ കൊണ്ടേ കെട്ടുക എന്നുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ അതിന്റെ സ്ഥാപക കാലം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ അത് ഉണ്ടാവുകയില്ല. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വേറെന്തിനെങ്കിലും ആലയിൽ കൊണ്ട് കെട്ടിട്ടുണ്ടോ വേറെ ഏതെങ്കിലും സംഘടനകളെ? അതിന് ഇവിടെ ഞമ്മക്കേ സ്ഥലമില്ലല്ലോ. പിന്നെ എവിടെ ആലയിൽ കൊണ്ടേ? നമ്മൾ പുതിയ പുതിയ ആലുണ്ടാക്കിയല്ലേ, നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വളരെ വ്യക്തമായ ഒരു നയം, ഒരു നിലപാടൊക്കെ ഉണ്ട്. അത് നമ്മൾ മഹാന്മാരാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഈ പ്രസ്ഥാനത്തിന് ആരാണോ നമ്മളെ കയ്യിലേൽപ്പിച്ചത്, ബഹുമാനപ്പെട്ട ശൈഖുന കണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹ്, ഈ രണ്ട് മഹാന്മാരാണ്. അവർ ഏൽപ്പിച്ചു തന്ന ഈ സംഘടനക്ക് ഒരു നയത്തോടു കൂടിയാണ് അവരിതിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക നിലപാടോടുകൂടിയാണ് ഇതിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ആലയിൽ കൊണ്ടുപോയി കെട്ടാനും പറ്റൂല, വേറെ ഒന്നിനെ ഇതിന്റെ ആലയിൽ കൊടുന്ന് കെട്ടാൻ ഇവിടെ ഒട്ട് സ്ഥലം ചെയ്യണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആലയിൽ കെട്ടുന്നതായ ഒരു പ്രശ്നമൊന്നുമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ വിശുദ്ധ പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ കോമാളിയാക്കലുണ്ട്. അതിപ്പോ ചാനലിലൊക്കെ ആരെയും കോമാളിയാക്ക, ഞങ്ങൾക്കും അത് അറിയാത്തതുകൊണ്ടല്ല. പക്ഷെ നമ്മളെ സംസ്കാരത്തിനോടൊന്നും യോജിച്ചതല്ല ചാനലിൽ പോയിട്ട്. അല്ലെങ്കിൽ അതിന് പറ്റുന്ന കുട്ടികൾ ഞങ്ങളെടുത്തുണ്ട്. ചെറുപ്പക്കാരാവുന്ന ഒരു വലിയൊരു വ്യൂഹം. പിന്നെ അത് കുട്ടികൾ പറഞ്ഞതാണ്, വെല്ലുവിളി പറയണില്ല എന്ന് പറയണ്ട. ഞങ്ങളെ ഒപ്പമുണ്ടല്ലോ. ഇതാ ഞങ്ങള് ഒരു യുവ നിര ഞങ്ങളെ കൂടെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിന്റെ നേതൃത്വത്തിലുള്ള ഒരു യുവ നിര. അവര് എല്ലാ വിഷയത്തിനും തയ്യാറായി കൊണ്ടിട്ട് അത് എങ്ങനെയും ഏതിനും പ്രതികരിക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ ഞങ്ങളൊരു കടിഞ്ഞാണുണ്ട് അവരെ. ആ കടിഞ്ഞാണ എപ്പോഴും ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കടിഞ്ഞാണത്തിന് അപ്പുറത്തേക്ക് അവർ പോകൂല. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആജ്ഞാശക്തി. ഇവിടെ ഏതൊരു സംഘടനക്കാണ് അതുള്ളത്? ഏതൊരു